ദ ജേർണലിസ്റ്റിലേക്ക് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കേരളം അക്ഷരാർത്ഥത്തിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സാധാരണക്കാരായ ഒരു പൗരൻ വരെയും കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ ഭേദമില്ലാതെ ബി.ജെ.പിക്കാരല്ലാത്ത സംഘപരിവാർ ചേരിയിലില്ലാത്ത എല്ലാവരും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാടുമായി അർദ്ധരാത്രിയോടുകൂടി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. രാജ്യത്ത് ഏറ്റവും ആദ്യം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൃത്യമായി പ്രതികരിച്ചത് കേരള സർക്കാരായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംശയലേശമന്യേ പറയുന്നു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാകില്ല എന്ന്. മമതാ ബാനർജി ആയിക്കൊള്ളട്ടെ, മറ്റ് ബി.ജെ.പി. ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായിക്കൊള്ളട്ടെ, അവരൊക്കെ അവരുടെ നിലപാടുകൾ പറയുന്നതിനും മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കി. അതുപോലെ തന്നെ CPM മാത്രമല്ല, മുസ്ലിം ലീഗും കോൺഗ്രസും ബി.ജെ.പി. ഇതര കക്ഷികളെല്ലാം കേരളത്തിൽ ഒരൊറ്റ നിലപാടാണ് എടുത്തിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല. അതിശക്തമായ പ്രക്ഷോഭം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉറക്കെ പറച്ചുകൊണ്ട് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ട്രെയിൻ തടയലടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾ. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടയുന്നു. മറ്റു പലയിടങ്ങളിലും വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു. CPM പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു, SDPI പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു, കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു, ആഹ്വാനം ചെയ്യുന്നു. നാളെ UDFന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിനപ്പുറത്തേക്ക് തുടർന്നും ശക്തമായ പ്രക്ഷോഭങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തുടരുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. അതായത് സംഘപരിവാർ അനുകൂലികളല്ലാത്തവർ പറയുന്നത്. ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ഒരു തീരുമാനമുണ്ടാവുകയും അതായത് 2019 പൗരത്വ ഭേദഗതി നിയമത്തിനായുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സമയത്ത് രാജ്യവ്യാപകമായ ഒരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് ആ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ച ഒന്നാണ് ഈ പൗരത്വ ഭേദഗതി നിയമം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അയോധ്യ രാമക്ഷേത്രമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിച്ചൊരു നേട്ടം ഉണ്ടായില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കണം പൊടുന്നനെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന്. അതുപോലെ തന്നെ ബംഗാളിൽ വെച്ച് മറ്റൊരു കേന്ദ്രമന്ത്രി പൗരത്വ ഭേദഗതി നിയമം ഉടൻ നടപ്പാക്കുമെന്ന് ഈ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര വേഗത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകുമോ എന്ന സംശയം രാജ്യത്തിനുണ്ടായിരുന്നു. കാരണം ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ പല സംസ്ഥാനങ്ങളിലും അത് ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആസാം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അവിടുത്തെ NDA ഘടകകക്ഷികൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് ബി.ജെ.പി. ഇത് ചെയ്യുമോ ഇല്ലയോ എന്നൊരു സംശയം ജനങ്ങൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാജ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായി തന്നെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാൻ ബി.ജെ.പി. തയ്യാറായതിന് പിന്നിൽ അവരുടെ രാഷ്ട്രീയ അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി പ്രയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ മുസ്ലിം മതവിഭാഗങ്ങളുടെ പേര് പറയുന്നില്ല എന്നിടത്താണ് ഇത് ഒരു വലിയ പ്രശ്നമായി തന്നെ ഉന്നയിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തിന്റെ പേര് മാത്രം ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ പറയുന്നില്ല? ബുദ്ധൻ, പാഴ്സി, ജൈനൻ തുടങ്ങിയ എല്ലാ മതവിഭാഗങ്ങളുടെ പേരും പരാമർശിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം എന്നൊരു പേര് അതിൽ പറയാത്തത് ചില ഹിഡൻ അജണ്ടകളുടെ ഭാഗമാണ് എന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നവർ തുടക്കം മുതലേ ചൂണ്ടിക്കാണിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അവർക്കുമേൽ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന ഭീതിയുടെ ഒരു അടയാളം സൃഷ്ടിക്കുന്ന നിലയിലാണ് ഈ നിയമത്തിന്റെ പ്രയോഗം അല്ലെങ്കിൽ ഇതിന്റെ വരവ് എന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ നിയമം നടപ്പിൽ വരുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഈ നിയമം നടപ്പിൽ വന്നിരിക്കുന്നു. ചട്ടങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിവേഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തു തന്നെ പൗരത്വ ഭേദഗതി
നിയമവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകും. ഒരു പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ പ്രചാരണായുധമാകും. ഇനി ഏകീകൃത സിവിൽ കോഡുണ്ട്, രാമക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമമുണ്ട്, അതിനൊപ്പം ഏകീകൃത സിവിൽ കോഡ് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ BJP അല്ലെങ്കിൽ RSS ഞങ്ങൾ തീരുമാനിച്ചതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറുവശത്ത് MLA-മാരെ വാങ്ങുന്നു, ചെറിയ ചെറിയ ഘടകകക്ഷികളുമായി BJP ചർച്ചകൾ നടത്തുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയ ഭീതി BJPക്ക് ഉള്ളത് കൊണ്ടാണോ ഈ അജണ്ടകളൊക്കെ ഒന്നിച്ച് പ്രയോഗിക്കുന്നത് എന്ന ചോദ്യം ഒരു വശത്തുണ്ട്. പക്ഷേ 400 സീറ്റിൽ നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കേവല ഭൂരിപക്ഷം നേടി നേരിട്ട് ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു ആഹ്വാനം RSSന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഇതെല്ലാം, ഈ നിയമങ്ങളും മാറ്റലുകളും ഒക്കെ എന്നാണ് വിലയിരുത്തലുകൾ. എന്തായാലും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വലിയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വലിയ പ്രക്ഷോഭമാണ്. അതായത് പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമൊന്നുമില്ല, എല്ലാവരും, അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും UDF-ഉം LDF-ഉം CPM-ഉം എല്ലാ പാർട്ടികളും മുന്നണികളും ഒക്കെ BJP ഇതര മുന്നണികളും പാർട്ടികളും ഒക്കെ അവരവരുടേതായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് എങ്ങനെ നടപ്പാകും, അതായത് നടപ്പാകില്ല എന്ന് പറയുന്നത് എങ്ങനെ നടപ്പാകും എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. കാരണം പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ്, കേന്ദ്ര സർക്കാർ നിയമമായി തന്നെ നിലവിൽ വന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചട്ടങ്ങൾ കൂടി നിലവിൽ വന്നാൽ ഇതൊരു നിയമമായി തന്നെ ഈ രാജ്യത്തുണ്ടാകും. അതിൽ നിന്ന് കേരളം മാത്രം എങ്ങനെ എക്സംപ്റ്റഡ് ആകും അല്ലെങ്കിൽ മാറി നിൽക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നും കണ്ടറിയണം. നിലവിൽ മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാകും. ആര് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു, ആരൊക്കെ ഇതിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ നിർണായക ചർച്ചയാകും. അല്ലെങ്കിൽ കേരള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിർണായക ചർച്ചാ വിഷയമായി പൗരത്വ ഭേദഗതി നിയമം മാറും എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾക്കും കേരളം വേദിയാകുമെന്ന് ഇന്നത്തെ ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. നരേന്ദ്ര മോദി ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ സമുദായത്തെ ജീവൻ കൊടുത്തു ഇന്ത്യ രാജ്യം നമ്മുടെ നാട്. അധികാരത്തിൽ ഏകാധിപത്യം നടപ്പിലാക്കൂ.